മലയാളിയുടെ മതേതരത്വത്തിൻ്റെ ഹൃദയഭൂമിയാണ് മലപ്പുറം. കേരള വികസനത്തിൻ്റെ അടിസ്ഥാന ശില പാകിയ പ്രവാസ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല ഒരുപാട് തലങ്ങളിൽ കേരളത്തിൻ്റെ മുൻപേ നടന്നതാണ്. ഒരുപാട് വികസന മുന്നേറ്റങ്ങളിൽ, സാമൂഹ്യക്ഷേമ മുന്നേറ്റങ്ങളിൽ മലപ്പുറത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള മലപ്പുറം ഒരു സർക്കാരിൻ്റെ 1000 ദിനങ്ങൾ പിന്നിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ എവിടെ നിൽക്കുന്നു എന്നതാണ്. സർക്കാരിൻ്റെ നിലപാടുകൾ, സർക്കാരിൻ്റെ നയങ്ങൾ, പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്ന അന്വേഷണമാണ്, സൂക്ഷ്മമായ അന്വേഷണമാണ് സ്മാർട്ട് കേരളം ഇനി നടത്താൻ പോകുന്നത്. യോജിപ്പുകൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാകാം. ഇഴകീറിയുള്ള പരിശോധനയിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു സ്മാർട്ട് കേരളത്തിലേക്ക്. മലപ്പുറത്തുകാരുടെ സ്വപ്നങ്ങളിൽ തിരുവനന്തപുരത്തേക്കാൾ അടുത്താണ് ഗൾഫ്. യാത്രയും അങ്ങനെ തന്നെ. 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തുമെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ദുബായിലെത്തും. കേരളപ്പിറവിയോളം തന്നെ പഴക്കമുണ്ട് കേരളത്തിന്റെ ഗൾഫ് കുടിയേറ്റത്തിനും. അറബിപ്പെണ്ണു തേടിയുള്ള യാത്ര വ്യാപകമാകുന്നത് 70കളോടെയാണ്. ജോലി തേടിയോ നാടുവിട്ടോ ആദ്യം ബോംബെയിലേക്ക്, പിന്നെ ചരക്ക് കപ്പലിൽ പാകിസ്ഥാനിലേക്ക്, അവിടെ നിന്നും ഒടുവിൽ ഇറാനിലേക്കും, ഇറാനിൽ നിന്ന് ദുബായിലേക്കും. ഇതായിരുന്നു യാത്രയുടെ ആദ്യ രീതി. ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഭൂരിഭാഗവും മലബാറിൽ നിന്നുമായിരുന്നു, അതും മലപ്പുറത്ത് നിന്ന്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയ്ക്ക് കിട്ടിയ സമ്മാനം കൂടിയാണ് 2006 ഉദ്ഘാടനം ചെയ്ത കരിപ്പൂർ വിമാനത്താവളം. ഗൾഫ് മേഖലയിൽ 20 ലക്ഷത്തോളം മലയാളികളുണ്ടെന്നാണ് ശരാശരി കണക്ക്. ഇതിൽ 4 മലപ്പുറത്തു നിന്നുമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, ഭക്ഷണം എന്നീ മേഖലകളിലാണ് ഗൾഫ് പണം വലിയ മാറ്റം വരുത്തിയത്. ഏറ്റവും അധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉള്ള ജില്ല, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ അടക്കം നിരവധി പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഓലവീടുകൾ ഓടിട്ട വീടുകളും ഓടിട്ട വീടുകൾ ബഹുനില കെട്ടിടങ്ങളുമായി. പഴംപൊരിയും ഇലയടയും കുബൂസിനും ഷവർമയ്ക്കും വഴിമാറി. മലബാറിന്റെ ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും കുഴിമന്തിയും ചാർക്കോളും അൽഫാമും രുചിക്കാം. ഷാർജ ഷെയ്ഖിന്റെയും സൗദി ഷെയ്ഖിന്റെയും മധുരം നുണയാം. 80,000 കോടി രൂപയാണ് ഒരു വർഷം പ്രവാസികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യുന്നത്. കത്തുപാട്ടുകളിലൂടെ മലയാളികൾ ഗൾഫിനെ കണ്ടിരുന്ന കാലം മാറി. ഒരു വിരൽത്തുമ്പിനപ്പുറം പ്രിയപ്പെട്ടവരുണ്ട്. മലബാറിന്റെ നെഞ്ചിലെ പാട്ടാണ് ഇത്. ഗൾഫ് യുദ്ധവും ഇതാഘാതമൊന്നും മലബാറിന്റെ ഗൾഫ് സ്വപ്നങ്ങളുടെ നിറം കെടുത്തില്ല. അപാരമായ ആത്മവിശ്വാസത്തിന്റെ പേരാണ് മലപ്പുറം. മലപ്പുറം കേരളത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് സ്മാർട്ട് കേരളത്തിൽ ഉള്ളത്. അവരെ ഒന്ന് പരിചയപ്പെടാം. ശ്രീമതി ഷാഹിന കെ റഫീഖ്, എഴുത്തുകാരി. BJP നേതാവ് ശ്രീ പ്രകാശ്, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PMA സലാം, CPIM നേതാവ് ശ്രീ TK ഹംസ, മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടി, എഴുത്തുകാരൻ ശ്രീ മുസാഫർ. അവിടെയും തീരുന്നില്ല. മലപ്പുറത്തെ അടയാളപ്പെടുത്തുന്ന ഈ മണ്ണിനെക്കുറിച്ച് സംസാരിക്കാൻ ചരിത്രാധ്യാപകൻ ശ്രീ PJ വിൻസെന്റ് ചേരുന്നുണ്ട്. മലയാളി മാനവികതയുടെ പ്രതീകമായി പ്രളയകാലത്തു മാറിയ മലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട ജയ്സൽ താനൂർ. അതുപോലെ പ്രവാസി സംഘടനകളിൽ വളരെ അനുഷേധ്യമായ നേതൃത്വത്തിൽ മലപ്പുറത്തിൻ്റെ പുത്രന്മാരായി നിൽക്കുന്ന CK ഷാക്കിർ, KMCC, അതുപോലെ അസ്ലം ഷേർഖാൻ. വളരെ പ്രസക്തമായ നിലയിൽ പ്രവാസി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ കൂടിയാണ്. ആദ്യം ശ്രീ TK ഹംസ. താങ്കളുടെയും ഞങ്ങളുടെയും നമ്മുടെയും എല്ലാം സർക്കാർ 1000 ദിനം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരവേഗത്തിലാണോ മലപ്പുറത്തിന്റെ വികസനം, അതോ എതിരാളികൾക്ക് ആക്ഷേപം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? വികസന രംഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ എതിരാളികളും അനുകൂലികളും ഒന്നുമില്ല. അത് രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരു സ്വാഭാവികമായ മുന്നേറ്റമാണ്. ഗവൺമെൻറ് എടുക്കുന്ന നയപരിപാടികളും സമീപനങ്ങളും അതിന് വേഗത കൂട്ടിയെന്ന് വരും. മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം മലപ്പുറം ജില്ലയുടെ വികസനം ക്രമപ്രവൃത്തമായി വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വളരെ പിന്നിലായിരുന്ന മലപ്പുറം ഇന്ന് ഒപ്പം എത്തി എന്ന് മാത്രമല്ല മുന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള വികസനമാണ് എല്ലാം. മലപ്പുറത്തിന്റെ വികസനത്തിന് നല്ലത് ലീഗാണോ ഇടതുപക്ഷമാണോ? ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ചർച്ചയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ആരായാലും വികസനത്തിന് എല്ലാവരും നല്ലതാണ്. ഇടതുപക്ഷത്തിൻ്റെതായ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ ലീഗും ഇടതുപക്ഷവും കൂടിയുള്ള ഭരണമാണ്.
സഖാവ് EMS നമ്പൂതിരിപ്പാടാണ് അന്ന് മുഖ്യമന്ത്രി. അന്ന് ലീഗ് ഉണ്ടായിരുന്നു, ആ ലീഗ് ജില്ലയെ പിന്തുണച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വിഭജനത്തിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, അന്ന് മുതൽക്കാണ് ഇത് വളർന്ന് വന്നത് എന്ന് പറയാം. ഈ കേരളത്തിൽ എങ്ങുമില്ലാത്ത വിധം മലപ്പുറത്ത് വരുമ്പോൾ ഈ പറഞ്ഞ EMSന്റെ കാലത്ത് ജില്ലാ രൂപീകരണത്തെ പിന്തുണച്ച, എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ചെക്കുട്ടി സാറുണ്ട്, ലീഗ് പിന്തുണച്ചു, കോൺഗ്രസ് അടക്കം എതിർത്തു. അന്ന് തുടങ്ങിയ ഈ ഒരു കൈകോർത്തു പിടിക്കൽ രാഷ്ട്രീയ എതിരാളികളായി നിൽക്കുമ്പോഴും എവിടേക്കോ ഉണ്ട് ഹംസയ്ക്കും PMA സലാമിനും ഇടയിലൊക്കെ, ലീഗും CPM തമ്മിൽ. അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. ലീഗും CPM തമ്മിൽ രാഷ്ട്രീയമായ ഒരു ലോകിയുമില്ല. അത് രണ്ടും രണ്ട് പാർട്ടിയും രണ്ട് ലൈനും തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം കാണുമ്പോൾ മറ്റു ചിലർക്ക് തെറ്റിദ്ധരിച്ച് അങ്ങനെ പറയാമെന്നല്ലാതെ രാഷ്ട്രീയമായി ഒന്നുമില്ല. പക്ഷേ വിരോധങ്ങൾ അന്യോന്യമില്ല എന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ PMA സലാം 1000 ദിവസം ഈ സർക്കാരിന്റെ വികസന നിശ്ചയദാർഢ്യത്തെ, താല്പര്യത്തെ, മലപ്പുറത്തോടുള്ള കൺസേണിൽ നിങ്ങൾക്ക് ഒരു പരാതിയും ഈ സർക്കാരിനോട് ഉണ്ടാവില്ലല്ലോ. ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലക്ക് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളിലുള്ള അപര്യാപ്തതകളും അപാകതകളും ചൂണ്ടിക്കാണിക്കും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടേതായ ലൈനുകളുമുണ്ട്. ആ ലൈനുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ വികസനം, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം, അത് മുൻനിർത്തിയുള്ള പ്രവർത്തനത്തിനാണ് മലപ്പുറം ജില്ലക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. അത് ഏത് പാർട്ടിക്കാരനായാലും 1000 ദിവസത്തെ മാത്രം വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാവുന്ന ഒന്നുമില്ല. കഴിഞ്ഞ UDA ഗവൺമെന്റ് ചെയ്ത കുറേ കാര്യങ്ങൾ പൊളിഞ്ഞു, കാര്യം പൊളിഞ്ഞു. അല്ല, ഈ 1000 ദിവസം ഭരിച്ചിട്ട് മലപ്പുറത്തിന് ഒന്നും മെച്ചമുണ്ടായി. ഞാൻ പറഞ്ഞ് തീരട്ടെ ശരത്തെ, ഞങ്ങൾ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ 1000 ദിവസത്തിൽ എടുത്തു പറയാൻ തക്ക വികസനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അതിന് സമയമായിട്ടില്ലായിരിക്കാം. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച വികസന പദ്ധതികൾ പൂർത്തിയായത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ നാട്ടിൽ ഹാർബറിന് തറക്കല്ലിടൽ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ തീരുമാനിച്ചതും ഫണ്ട് അനുവദിച്ചതും പിന്നെ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ്. നമ്മളെ കൊച്ചിൻ മെട്രോ പോലെ, കണ്ണൂർ എയർപോർട്ട് പോലെ, വിഴിഞ്ഞം ഹാർബർ പോലെ അതിലുള്ള പദ്ധതി കാര്യമുണ്ട്. ഇവർ വന്നതിന് ശേഷം തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. ഞാൻ ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല, 1000 ദിവസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രസ് കാർഡുമായി സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വിലയിരുത്തിയേ പറ്റൂ. അല്ല, സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് സർക്കാർ വിലയിരുത്തും എന്ന് പറയുമ്പോഴും നിങ്ങൾ വിലയിരുത്തില്ല എന്ന് പറയുന്നത് സർക്കാരിനാണ്. വിലയിരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ് മാർക്സേ കൊടുക്കാനുള്ളൂ. മലപ്പുറത്തെ പ്രവാസികളും വളരെ വലിയ രാഷ്ട്രീയ തൽപരരാണ്. ഏറ്റവും അധികം വാർത്തകൾ ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യുന്നൊരു വലിയ വിഭാഗമാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് നേതാക്കളോട് മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയം ചോദിക്കാതെ ഈ പ്രവാസി ക്ഷേമത്തിലേക്ക് മാത്രം പോയാൽ അവരും സഹിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളുകളോടും മലപ്പുറത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം ഞാൻ ചോദിച്ചത്. ശ്രീപ്രകാശ്, BJPയെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഈ സഹകരണത്തിൽ, വികസന സഹകരണത്തിൽ നിങ്ങളുമുണ്ടോ? മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ പ്രവാസികൾ ഒരുപാടുള്ള മണ്ണാണ്. നിങ്ങളുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് വികസനത്തിൽ ഒരു സഹകരണം ഇവർക്കൊപ്പം നിങ്ങളുമുണ്ടോ മലപ്പുറത്ത്? ആദ്യമായിട്ടല്ല എനിക്ക് പറയാനുള്ളത്, ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. മലപ്പുറത്ത് ജനിക്കാൻ പറ്റിയതിൽ, മലപ്പുറത്ത് വളരാൻ പറ്റിയതിൽ, മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. ഞാൻ പല സ്ഥലങ്ങളും പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്നേഹത്തിൻ്റെ കൾച്ചറാണ്, സ്നേഹത്തിൻ്റെ സംസ്കാരമാണ്. ഏത് വിഭാഗമാണെങ്കിലും ഏത് ആളുകളാണെങ്കിലും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു കൾച്ചറാണ് മലപ്പുറത്തിന്. അതുകൊണ്ടാണ് നേരത്തെ അംസക്കയും സലാം കേക്ക് പറയുമ്പോൾ നിങ്ങൾ തല്ലുകൂടാൻ ശ്രമിച്ചപ്പോഴും അവർ തല്ലുകൂടാതിരുന്നത്. അത് മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചറാണ്, മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചറാണ്. കണക്കുകൾ നോക്കുമ്പോൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള വ്യവസായമോ വാണിജ്യമോ കാര്യമായിട്ടുള്ള കൃഷിയോ അതിന് വേണ്ട സഹകരണമോ സംസ്ഥാന സർക്കാർ മാറി ഭരിച്ച സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കേരളത്തിലെ വ്യവസായ രംഗത്ത് കേരളത്തിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സ്ഥലമാണ്. മലപ്പുറത്തിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലപ്പുറത്ത് നിന്നും പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 5 ലക്ഷത്തിലേറെ ആളുകൾ പ്രവാസികളായിട്ട് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലെ 100 വീടെടുത്താൽ 54 വീടിൽ നിന്നും ഒരു പ്രവാസിയുണ്ട്. 100 വീടിൽ 54 വീടിൽ നിന്നും ഒരു പ്രവാസിയുണ്ട്. അപ്പോൾ ആ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രവാസി, മലപ്പുറത്ത് 5 ലക്ഷത്തോളം വരുന്ന പ്രവാസിയായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, വിദേശത്ത് പോയ ആളുകൾ, അവർ ഒരു ചുരുങ്ങിയത് ഒരു മാസത്തിൽ മലപ്പുറത്തേക്ക് 1000 രൂപ 10000 രൂപ അയക്കുന്നുണ്ട്.
ആ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് നൽകാൻ, അവർക്ക് വേണ്ട ഒരു സമ്പാദ്യശീലം വളർത്താൻ, അവരുടെ നിക്ഷേപം നല്ല രീതിയിൽ അവർക്കും നാടിനും വേണ്ടി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് 69 മുതൽ ഇന്ന് വരെയുള്ള 70-ലാണല്ലോ തുടങ്ങിയത്, പ്രവാസം തുടങ്ങിയത് 70-ലാണ്, ഇന്ന് വരെയുള്ള സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ച് ദുഃഖകരമായ സംഗതി. എൻ പി ചെക്കുട്ടി, ഏതായാലും ഈ പ്രവാസി വോട്ടവകാശം കൂടി വന്നതോടുകൂടി പ്രവാസി ക്ഷേമത്തിന് അതിന് മറ്റൊരു തലം കൂടി വന്നിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ ഒരു പൊതുരാഷ്ട്രീയത്തെ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെടുത്താൻ പാർട്ടികൾക്കും സർക്കാരുകൾക്കും, മാറി മാറി വരുന്ന സർക്കാരുകൾക്കും വലിയ താല്പര്യമുണ്ട്. ഈ 1000 ദിവസത്തെ പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വെച്ച് പിണറായി സർക്കാരിന് പ്രവാസി ക്ഷേമത്തിൽ കാര്യമായി ഇടപെടാനായി എന്ന് അവകാശപ്പെടാൻ സാധ്യതയുണ്ടോ? പ്രവാസികളുടെ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കുറേ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷം വളരെ ആഴത്തിലുള്ള ചില ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ. 2004 തോന്നുന്നു, എനിക്ക് തോന്നുന്നു മലപ്പുറത്തായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. ആ സമ്മേളന കാലം മുതൽ തന്നെ മലപ്പുറത്തെ ചോപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഇനീഷ്യേറ്റീവ്സ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സർക്കാരുകൾ വന്നപ്പോഴും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരായാലും ശരി കുറേയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തിൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ലാക്ക് ഓഫ് പെർസ്പെക്റ്റീവ് എന്നുള്ള എനിക്ക് തോന്നുന്നു. ഒരു തരത്തിലുള്ള പരിപ്രേക്ഷ്യമില്ലാതെ, നാളെയെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധമില്ലാതെയാണ് ഇന്ന് കേരളത്തിലെ ഇന്നത്തെ സർക്കാരായാലും ശരി മുൻകാല സർക്കാരുകളായാലും പ്രവർത്തിക്കുന്നത്. 60-കൾ BJPയുടെ ആൾ പറഞ്ഞ തന്നെ 69 ഈ ജില്ല ഉണ്ടായതിനു ശേഷം ബിൽഡിങ്ങുകൾ കൂടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടമാനം ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന പിന്നെ ബിരിയാണി കഴിക്കുന്ന ആൾ പോകുന്നു, കുഴിമന്തി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കൺസ്യൂമറിസത്തിന്റെ അങ്ങേ തലയിലെ പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള കടുത്ത ഉപഭോഗ ആസക്തിയിലാണ് ജനങ്ങൾ പക്ഷേ എന്ത് തരത്തിലുള്ള വികസന പരിപ്രേക്ഷ്യമാണ് അവിടെ, എന്ത് ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നത്? ആ ജനങ്ങൾക്ക്, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് നാളെ എന്ത് തരത്തിലുള്ള ഒരു തൊഴിലാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു മറ്റ് ജില്ലകളെക്കാൾ മുന്നിൽ കിടന്നു. എറണാകുളത്തൊന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ ഒന്ന് പോയി നോക്കണം. മലപ്പുറത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ വളരെയേറെ പിന്നോക്കമാണ് മലപ്പുറം. മാത്രമല്ല, മലപ്പുറത്തുണ്ടാകാൻ പോകുന്ന ഈ കടുത്ത വികസന പ്രതിസന്ധി വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുകൂടി ഞാനിപ്പോൾ പറയുകയാണ്. ശ്രീ മുസാഫർ, ഒരു ദീർഘവീക്ഷണമില്ലായ്മ ഉണ്ട് എന്നതാണ് അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രവാസ ജീവിതം, പ്രവാസികൾ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയെ മുന്നോട്ട് നയിച്ചത് എങ്ങനെയാണ്? നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ അതിന് ഒരുപാട് തലങ്ങളുണ്ടോ? മലപ്പുറത്തെ പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വയാർജിതമായ ഒരു മൈഗ്രേഷൻ്റെ തന്നെ കഥയാണ്. ഇന്ന് നാം കാണുന്ന മലപ്പുറത്തെ ഉണ്ടാക്കിയെടുത്തത് ഈ ഗൾഫിലേക്ക് പോയ മനുഷ്യരാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മളിപ്പം നമ്മുടെ നാട്ടിലുണ്ടായി ഇപ്പം പല നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഭൂമി കർഷകന് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് പോലെയൊക്കെ എടുക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വയാർജിതമായ ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് മലപ്പുറത്തുകാരൻ്റെ ഗൾഫിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം ആ കാലത്ത് 70-കളിൽ 60-കളിൽ ഈ ഓയിലിൻ്റെ വരവോടുകൂടി, എണ്ണയുടെ വരവോടുകൂടി ആർക്ക് വേണമെങ്കിലും ഗൾഫിലേക്ക് പോകാം എന്ന ഒരവസ്ഥ വരികയാണ്. കാരണം കായികമായി തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ആർക്കും ഗൾഫിലേക്ക് പോകാം. ആ ഒരു വികസന മോഡലിലാണ് മലപ്പുറം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും 70-കൾക്ക് ശേഷമുള്ള മലപ്പുറത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വലിയ തോതിലുള്ള ഒരു ഇംബാലൻസ് ഇതിനകത്തുണ്ട്. ഇപ്പം ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് പോയിട്ടുള്ളവരെ മുഴുവൻ നോക്കിയാൽ ഏറെക്കുറെ ആണുങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയ യാത്രകളാണ്. അവരുടെ സ്ത്രീകൾ അന്ന് മലപ്പുറത്ത് ഒറ്റയ്ക്ക് കഴിയായിരുന്നു. അവരൊക്കെ അന്ന് വലിയ തോതിൽ വിഷാദ രോഗത്തിലേക്ക് വഴുതി വീണ് ആ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം തന്നെ ഇല്ലാതാകുമായിരുന്നു. പക്ഷെ അവർ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ലോകത്ത് തന്നെ ഇല്ലാത്ത ഒരു മാതൃകയാണത്. കാരണം ഇതിനെക്കുറിച്ച് ശശി തരൂർ വളരെ കൃത്യമായി, അദ്ദേഹം ഒരിക്കൽ ദമാമിൽ വന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൽ, അദ്ദേഹം UN-ൽ ജോലി ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹം ഈ അഭയാർത്ഥി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് താൻ പലതരത്തിലുള്ള മൈഗ്രേഷൻസ് കണ്ടിട്ടുണ്ട്, അഭയാർത്ഥികളുടെ മൈഗ്രേഷൻസ് കണ്ടിട്ടുണ്ട്. അഭയാർത്ഥികൾ പോലും അവരുടെ കുടുംബവുമായാണ് കടൽ കടന്ന് നീന്തിപ്പോകും. നമ്മളത് കണ്ടു, ഈ അടുത്ത കാലത്ത് നമ്മളത് കണ്ടു. പക്ഷേ മലയാളികൾ മാത്രമാണ് സ്വന്തം കുടുംബവുമായി അല്ലാതെ ഇങ്ങനെ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയണ്ടേ. ലോകത്തിൽ അങ്ങനെയുള്ള ഒരു മൈഗ്രേഷൻ നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് മുസാഫർ, അതായത് തുടക്കത്തിൽ ഞാനും എവിടെയോ കിട്ടിയ ഒരു ഊർജ്ജത്തിൽ നിന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് അപാരമായ ഒരു ആത്മവിശ്വാസത്തിന്റെ മണ്ണുകൂടിയാണ് മലപ്പുറം. ഈ സ്വയാർജിതമായ ഒരു പ്രവാസി കരുത്ത് മലപ്പുറത്തിനുണ്ട്. ഷൈന, അവിടെ ഈ വേഷം മാറി, ആഹാര രുചി ഭേദങ്ങൾ വലിയ മാറ്റം വന്നു, ജീവിതശൈലിയിൽ മാറ്റം വന്നു. പ്രവാസികൾ യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് എങ്ങനെയാണൊന്ന് സ്കെച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്?
കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താ? ഒന്ന്, എനിക്ക് ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന ഒരു കാലത്ത് എൻ്റെ ചുറ്റുപാടുമുള്ള ഒരു പെൺ വായന പറയാം, വളരെ നേരത്തെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു സിസ്റ്റമായിരുന്നു. സ്കൂൾ കഴിയില്ല അതിൻ്റെ മുമ്പായിട്ട്. അപ്പം എൻ്റെ ഒപ്പം ഒരു കോളേജ് അധ്യാപകനൊക്കെ ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാർഷിക ഇതിൽ നിന്ന് മാറി പ്രവാസികൾ കൂടുതൽ വരുന്നു, കൂടുതൽ പണം വരുന്നു എന്നൊക്കെ വന്നപ്പോൾ വലിയൊരു മാറ്റം എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസ രംഗത്താണ്. ഇപ്പം ഇവിടെ ഏത് പ്രൊഫഷണൽ കോളേജ് എടുത്തു കഴിഞ്ഞാലും അവിടെ വലിയൊരു ശതമാനം വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾ, അത് വലിയൊരു ചേഞ്ചാണ്. ആൺകുട്ടികളും അല്ല, പെൺകുട്ടികളാണ് വരുന്നത്. നമ്മുടെ ഒരു ബഹുമാന്യനായ നേതാവ് വളരെ ഡിറോഗേറ്ററി ആയിട്ടുള്ള ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയെക്കുറിച്ചിട്ട്. അതല്ല എന്ന് തെളിയിക്കും നമ്മൾ ഇവിടുത്തെ ഏത്, ഞാൻ പ്രൊഫഷണൽ കോളേജ് എന്ന് പ്രത്യേകം പറയുന്നത് നമ്മളത്. ഷൈന, അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ ഈ ജില്ല രൂപീകരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ പെൺകുട്ടികളില്ലാത്ത സ്കൂളുകളായിരുന്നു. അവിടെ നിന്നാണ് ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നേറ്റത്തിലേക്ക് പോയത്, അല്ലേ ഹംസക? 1000 ദിവസത്തെ വികസനം എന്താണെന്ന് നോക്കിയാൽ കാണൂല, അനുഭവിച്ചാൽ കാണും. അത് 2 വാക്കേ ഞാൻ പറയുന്നുള്ളൂ. 4000 കോടി ഉറുപ്പിക ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ ബാക്കിയായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. അത് മുഴുവൻ പിണറായി ഗവൺമെന്റ് കൊടുത്തു തീർത്തു. അത് ഈ മലപ്പുറത്തിന് മാത്രമല്ലോ, കേരളത്തിന് മുഴുവനുള്ള. എന്തായാലും അതൊക്കെ ബാധ്യതയായിരുന്നു. 1000 ദിവസം മലപ്പുറത്തിന് മാത്രമല്ലല്ലോ. 1000 രാവുകളെ കുറിച്ച്, 1000 ദിവസം തികഞ്ഞ ആഘോഷം കേരളത്തിനാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ള ജില്ലകളിൽ നേട്ടങ്ങൾ കൂടി കമ്പയർ ചെയ്തിട്ട് തോക്കൊണ്ട് വെടിവെക്കരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറയുന്നത് അതൊന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, പൊതുവിതരണ സമ്പ്രദായം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ എത്ര സ്കൂൾ പൂട്ടിയതൊക്കെ തുറന്നല്ലോ. അവിടെ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴേ മനസ്സിലാവും. ഇപ്പോൾ പട്ടയം 4000 പട്ടയം ഇടുക്കിയിൽ മാത്രം കൊടുത്തു, 2800 പട്ടയം കാസർഗോഡ് കൊടുത്തു, 5000 കടന്നു മലപ്പുറം ജില്ലയിൽ. ഇതൊക്കെ പരിശോധിക്കണമൊക്കെ മനസ്സിലാവും. ഇങ്ങനെ വന്ന് വളരെ കാലത്തെ ഒരു ആഗ്രഹവും പ്രതീക്ഷയായിരുന്നു പരപ്പനങ്ങാടിയിലെ മത്സ്യ ഹാർബർ. അത് ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ. ഷൈന, ഈ നിലയിൽ നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ ഇനി ഒരു അടിപൊളി അങ്ങനെ വിട്ടുപോയാൽ എന്റെ കാര്യം പറയാൻ പറ്റുമോ? ചേക്കുട്ടി പറഞ്ഞു നമ്മൾ എല്ലാ ജില്ലയിലും ഇപ്പോഴും പുറകിലാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഇതെങ്ങനെയാണ് ജില്ല തുടങ്ങിയപ്പോഴുള്ള സ്ഥിതി എന്ന് അറിയാത്തതുകൊണ്ട്. ഞാൻ അതിന്റെ ഒരു സ്ഥിതി അതാണ് ഞാൻ പറഞ്ഞു വരുന്നേ. പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല, പഠിക്കൽ. പുരുഷന്മാർ, മലപ്പുറത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഭൂരിപക്ഷം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ജില്ല രൂപീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂളിൽ നിന്നാണ്. അത് 67 ഗവൺമെൻറ് നടപ്പാക്കി. ഹൈസ്കൂളുകൾ വന്നു, പഠിക്കാൻ തുടങ്ങി. പെൺകുട്ടികൾ ഇപ്പോഴത്തെ സ്ഥിതി അത് 2.5 ലക്ഷം കുട്ടികളെ എടുത്തു നോക്കിയാൽ 2 ലക്ഷം പെൺകുട്ടികളാണ് ഇപ്പോൾ. ഹംസക, എന്നാൽ അതിൽ ഇനി അനുഭവം പറയേണ്ടത് ഷാഹിനെയാണ്. അങ്ങനെ സ്കൂളുകൾ വന്നു, ഇവിടുത്തെ പുരുഷന്മാർ ഈ പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറ്റം, പെൺകുട്ടികൾ പഠിക്കുന്നു. ഈ നിലയിലാണോ മലപ്പുറത്തിന്റെ ഒരു വളർച്ച നിൽക്കുന്നത്? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള ഇതിൽ മുസ്ലിം പെൺകുട്ടികൾ വന്ന് പഠിക്കുന്നു എന്നുള്ളത് വലിയ മാറ്റം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, അതായത് എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ കടക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചയക്കപ്പെട്ടിരുന്നൊരു ഇതിൽ നിന്ന് പഠിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയ മാറ്റം തന്നെയാണ്. പിന്നെ ഈ പ്രവാസം നേരത്തെ പറഞ്ഞ പോലെ വിഷാദത്തിലേക്കൊക്കെ പോയ ഒരു കാലത്തെ അതിജീവിച്ച് സ്ത്രീകൾ ഒറ്റയ്ക്ക് തന്നെ ഒരു വീട് കൊണ്ട് നടക്കാൻ പ്രാപ്തരാകുന്ന, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 വീലർ, അത് മൊത്തം നമ്മൾ കേരളത്തിൻ്റെ തന്നെ പറയുന്നതാണ്, വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു സാധനമാണ് 2 വീലർ സ്ത്രീകളെ സംബന്ധിച്ച്. ഒരു യാത്രാ സ്വാതന്ത്ര്യം, അവരൊറ്റയ്ക്ക് പോകുന്നു, കാര്യങ്ങൾ നടത്തുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നു. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം എന്നുള്ള ഇതിലേക്ക് സ്ത്രീകൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടാതെ ഇരുന്നത് എൻ്റെ മക്കൾക്ക് വേണം എന്ന രീതിയിൽ അത്രയധികം പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട് മലപ്പുറത്ത്. അപ്പോൾ ആ ഒരു സെക്ടറിൽ വളരെയധികം പുരോഗതി തന്നെ ഉണ്ടായിട്ടുള്ളത്. ശ്രീ വിൻസെന്റ്, ഈ പ്രവാസികളെ കുറിച്ചുള്ള ചിന്ത ഒരു ലോക മലയാളി സഭയിൽ വരെ എത്തി നിൽക്കുന്ന 1000 ദിവസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലപ്പുറത്തെ പ്രവാസി മുന്നോട്ട് തന്നെയാണോ പോകുന്നത്? അവർക്ക് സർക്കാരിന്റെ കൈത്താങ്ങുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഈ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വിപുലമായ നദീതട സംസ്കാരം, നിള നദിയുടെ സംസ്കാരം ഈ മലപ്പുറത്തിൻ്റെ ഭാഗത്താണ്. ഇത്രയും അധികം കൾച്ചറൽ ക്യാപിറ്റലുള്ള ഒരു പ്രദേശം ലോകത്ത് ഈ കേരളത്തിലില്ല. കേരളത്തിൽ ഏറ്റവും അധികം സാംസ്കാരിക മൂലധനമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ മലപ്പുറം ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു തലത്തിലുള്ള ഒരു വികസനം സാധ്യമാവില്ല. ഇപ്പോൾ IT-യും BT-യും NT-യും T-യും ചേർത്തിട്ടുള്ള ഒരു വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ മലപ്പുറത്തിൻ്റെ ലോല ശക്തി അതിനെ വികസന പ്രക്രിയയുമായിട്ട് കണ്ണു ചേർക്കുക മാത്രമേ രക്ഷയുള്ളൂ. നമുക്ക് വൻകിട ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന ഭൗതിക സാഹചര്യവുമില്ല, അതുപോലെ ബയോളജിക്കലായിട്ടുള്ള പാരിസ്ഥിതികമായ സാഹചര്യമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ലോല ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റണം. നമ്മുടെ സാംസ്കാരിക ശേഷി, വിദ്യാഭ്യാസ ശേഷി അതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇത് ക്വാളിറ്റി മൈഗ്രേഷനാണ്. പണ്ട് ഫിസിക്കൽ ലേബർ ചെയ്യാനാണ് പോയതെങ്കിൽ ഇപ്പോൾ ഒന്നാം തരം ടെക്നോക്രാറ്റുകളെ അയക്കാൻ പറ്റണം. ഇതിനൊക്കെ പറ്റുന്ന ഒരു വളർച്ച കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക കേരള സഭ. ഇപ്പം ആഗോള തലത്തിലുള്ള മലയാളികളെയും ഒക്കെ ഈ നമ്മുടെ കേരളത്തിന്റെ വികസനവുമായിട്ടും പ്രവാസി ക്ഷേമവുമായിട്ടും കണ്ണു ചേർക്കുന്ന ഒരു നിയമ സ്ഥാപന വ്യവസ്ഥ എന്ന നിലയിലാണ് ലോക കേരള സഭ വരുന്നത്. ഈ ലോക കേരള സഭയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് മലപ്പുറമായിരിക്കും. കാരണം ഏറ്റവും അധികം പ്രവാസികളുള്ള സ്ഥലമാണ് അവിടെ. ഈ നിലയിൽ പ്രവാസി ക്ഷേമം അതാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ദീർഘവീക്ഷണമുള്ളൊരു വികസന കാഴ്ചപ്പാടുണ്ടോ എന്നതാണ് പ്രശ്നം. 1000 ദിനങ്ങൾ അതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? ഈ അന്വേഷണമാണ് തുടരുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജയ്സൽ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. പ്രളയകാലത്ത് ലോകം ശ്രദ്ധിച്ച ഒരു മലപ്പുറത്തുകാരൻ കൂടിയാണ് ജയ്സൽ. അന്ന് സംഭവിച്ചതൊന്നും ഒരുപാട് പറഞ്ഞാണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷേ മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ ഒരു ട്രോമ കെയർ സംവിധാനമൊക്കെ ആയിട്ട് സന്നദ്ധ പ്രവർത്തകനായി ജീവിക്കുമ്പോൾ എന്താണ് മലപ്പുറത്തിൻ്റെ ഒരു പ്രതീക്ഷ വളർച്ചയെക്കുറിച്ച് ജയ്സലിനെ സംബന്ധിച്ച്? മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മലപ്പുറം നേരത്തെ നമ്മളെ BJPൻ്റെ നേതാവ് പറഞ്ഞതുപോലെ ഒരു ഐക്യത്തിൻ്റെ നാടാണ്. അവിടെ ജാതിയോ മതമോ മറ്റുള്ള ഒരു ദുരുദ്ദേശമോ ഇല്ല. നമ്മൾ ഇന്ന് കിട്ടിയാൽ ഇന്ന് ജീവിക്കണം എന്നുള്ള ഒരു രീതിയാണ്. നാളെ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. വികസനത്തെ മലപ്പുറം സ്നേഹത്തിന്റെ കൂടി നാടാണോ? കാരണം അന്ന് പോലും ഇവരെങ്ങനെ ബോട്ടിലേക്ക് കയറുമെന്നറിയാതെ എല്ലാവരും നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിന്നപ്പോൾ ഒരു മലപ്പുറത്തുകാരനാണ്, എന്നാൽ കുനിഞ്ഞ് നിന്ന് കൊടുക്കാം, എൻ്റെ തോളിൽ ചവിട്ടി കയറട്ടെ എന്ന് തോന്നിയതൊരു മലപ്പുറത്തുകാരനാണ്. ജയ്സൽ എന്ന നിലയിൽ പറയുന്നില്ല, മലപ്പുറത്തിന്റെ ഒരു പ്രതിഫലനമായി എനിക്കെന്നത് തോന്നി. മലപ്പുറത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഞാൻ താന്നൂർക്കാരനാണ്. താന്നൂരിൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്തു, ഒരു സ്റ്റേഡിയം. അതുപോലെ റോഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടി ഹാർബർ ഇന്ന് അവിടെ അതിൻ്റെ ഒരു തറക്കല്ലിടലാണ്. അതുപോലെ പല കുടിവെള്ള പദ്ധതികൾ, അബ്ദുറഹ്മാൻ്റെ രൂപത്തിൽ കുടിവെള്ള പദ്ധതികൾ ഇതൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വികസനങ്ങളെല്ലാം നമ്മളിപ്പോൾ മാറ്റങ്ങൾ കാണുന്നുണ്ട്. രാഷ്ട്രീയമെല്ലാം അങ്ങോട്ടും മാറിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? അതോ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. രാഷ്ട്രീയം വേണം വേണ്ട എന്നല്ല, രാഷ്ട്രീയം വേണം. തീർച്ചയായും ജയ്സൽ പങ്കുവെച്ചതൊരു കേരളത്തിന്റെ പൊതുവികാരം തന്നെയാണ്. സമാധാനപരമായി മലയാളിക്ക് കേരളത്തിൽ ജീവിക്കാനാവണം എന്നൊരു പ്രശ്നമാണ് ജയ്സൽ പറഞ്ഞത്. ഷാക്കർ, നിങ്ങളെ സംബന്ധിച്ച് പ്രവാസികൾ ഇന്ന് വലിയ കൺസേൺ ആണ് ഏത് സർക്കാരിൻ്റെയും കാലത്ത്. ഈ സർക്കാരും പറയുന്നത് 1000 ദിവസം, നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ പ്രവാസി ക്ഷേമം ഊന്നൽ നൽകുന്നു എന്നാണ് പറഞ്ഞത്. ബോധ്യപ്പെടുന്നുണ്ടോ? മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഈ പ്രവേശന കവാടം കരിപ്പൂർ എയർപോർട്ടാണ്. ഈ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് റൺവേയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായി. ഏറെക്കുറെ അത് പരിഹരിക്കുന്ന തരത്തിലെത്തി, വലിയ വിമാനങ്ങൾ ഇറങ്ങി. പക്ഷെ ഏറ്റവും അവസാനമായി ഇപ്പോൾ കണ്ണൂരിലുള്ള സ്വകാര്യ സംരംഭകരുടെ വിമാനത്താവളത്തിന് 1% നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ലാഭം കൊടുക്കുന്ന മലപ്പുറത്തെ വികസനത്തിന്റെ പ്രവാസികളുടെ കവാടമായിട്ടുള്ള കരിപ്പൂരിനെ അവഗണിച്ചത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നോക്ക് നിങ്ങൾ, പ്രവാസികളോട് അല്പം താല്പര്യമുണ്ടെങ്കിൽ കണ്ണൂരിലെ വ്യവസായികൾക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യം ഈ പാവങ്ങളായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി മലപ്പുറത്തിന് കൊടുക്കാൻ തയ്യാറാവണമായിരുന്നു. കരിപ്പൂരിനോട് അവഗണന, കണ്ണൂരിനോട് വലിയ സ്നേഹം. കണ്ണൂർ പുതിയൊരു വിമാനത്താവളം വന്നതാണ്, അതിനൊരു ഡെവലപ്മെന്റ് കിട്ടാൻ ഒരു സഹായം ചെയ്തു കൊടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി. കരിപ്പൂരിലുള്ളതും ആദ്യത്തേത് കുറച്ച് 1% ആക്കിയല്ലോ. ആക്കി ഇപ്പൊ ഓർഡർ ആയിട്ടുണ്ട്. 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1 ആ, അതായത് 5 കൊടുത്തപ്പോ നെടുമ്പാശ്ശേരി ആഭ്യന്തര സർവീസുകൾക്ക് മാത്രം, ഇന്റർനാഷണൽ സർവീസിന് 5 ഇല്ല, 23 തന്നെ. മാത്രമല്ല അത് നെടുമ്പാശ്ശേരിക്കും കൊടുത്തിട്ടുണ്ട്. പ്രവാസി ക്ഷേമമാണ് താല്പര്യമെങ്കിൽ
ഈ മലപ്പുറത്തിന്റെ വികസനത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതാണല്ലോ നിങ്ങളുടെ ചർച്ച. അതെ, അതിലൊരു കാര്യം ഞാൻ പറയാം. പ്രവാസികളുടെ കാര്യത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ പ്രവാസികൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയതാരാ? പ്രവാസി ക്ഷേമ ബോർഡ് ഉണ്ടാക്കിയതാരാണ്? പ്രവാസി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് പ്രസംഗത്തിൽ പറയാന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് സഹായിക്കാൻ ആരുണ്ടായിരുന്നു ഇവിടെ? 996 ഈ നായനാർ ഗവൺമെന്റാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത്. ഈ അച്യുതാനന്ദൻ ഗവൺമെന്റാണ് 2000. ശ്രീപ്രകാശൻ ഒരു സാറ് പറയുന്നതിനെ കുറിച്ചൊക്കെ മറുപടി പറയണം. കാരണം മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ പറയാം. ഞാൻ കേട്ടോ, അല്ല പറയാൻ പോകുന്നത് മനസ്സിലായതുകൊണ്ട് മറുപടി. ഏറ്റവും സീനിയർ ലീഡർ ഇടയിലിടയിൽ മറുപടി പറഞ്ഞാൽ നമ്മൾ മതിയാക്കും. ശരി ശരി, ഒന്ന് പൂർത്തിയാക്കി. കൂലിപ്പണിയൊന്നുമില്ല. പൂർത്തിയാക്കി. 2009 പ്രവാസി ക്ഷേമ നിധി എന്ന ഒരു ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തത് അച്യുതാനന്ദനാണ്. ഇവർ ഈ പ്രവാസി ക്ഷേമം പറയുന്ന ആളുകളൊന്നും ഇന്ന് വരെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല, നോർക്ക ഉണ്ടാക്കിയിട്ടില്ല. ഹംസ സാറ് പറഞ്ഞ കാര്യത്തിൽ നോർക്ക എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളൊന്ന് നെറ്റിലടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോർക്കയിലെ നമ്പർ ഞാൻ തരാം, വിളിച്ചു പോയിക്കേ. നോർക്കയിൽ ഇന്ന് കേരളത്തിൽ നിന്നും എത്ര പ്രവാസികളാണ് വിദേശ രാജ്യങ്ങളിൽ ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു കണക്കില്ല. നോർക്ക നിശ്ചലമാണെന്നാണ്. നിശ്ചലമാണ്. ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നോർക്കയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറയുന്നത് ഞങ്ങളൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നുമായിട്ടില്ല. എത്ര പേര് കേരളത്തിൽ നിന്ന് ഉണ്ട് എന്നറിയില്ല. ഒരു കാര്യം സാർ പറയട്ടെ, സാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര വരുമാനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിയില്ല. എന്താ ചെയ്യുന്നത്? മരിച്ചാൽ 1,00,000 രൂപ, അസുഖം വന്നാൽ 50,000 രൂപ, വീൽ ചെയറായി നടക്കാൻ പറ്റാത്തവർക്ക് 15,000 രൂപ കൊടുക്കുന്നു. ഈ രാജ്യത്തിന്റെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ 36.5% വരുമാനവും കേരളത്തിലേക്ക് വരുന്നത് പ്രവാസികളുടേതാണ്. അസ്ലം, നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാൻ പറ്റുക? നോർക്ക പോലും പ്രവർത്തിക്കാത്ത സർക്കാരിന്റെ 1000 ദിവസത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതാണ്. അല്ല, ഈ സർക്കാരിന്റെ 1000 ദിനങ്ങൾ കടന്നു പോണ ഈ വേളയിൽ പ്രവാസിക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്നൊരു ഫീല് തോന്നിയിട്ടേ ഇല്ല. അത് പറയാനുള്ള കാരണം അവസാനത്തെ ഈ ബജറ്റ് മാത്രം നോക്കിയാൽ മതി. എന്താണ് അതിൽ തുടർച്ചയായിട്ട് പ്രവാസികളുടെ ആവശ്യമായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണം. ഭീമമായിട്ടുള്ള സംഖ്യ അത് കൃത്യമായിട്ടും നോർക്കയെ ഏൽപ്പിച്ചുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ 500 എന്നുള്ളത് 2000 ഒറ്റയടിക്ക് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ്. സാന്ത്വനം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തത്വത്തിൽ നല്ല രീതിയിലുള്ള എന്താണ് തർക്കം കൊണ്ടുവരുന്നത് കഴിഞ്ഞ UDF ഗവൺമെന്റ് കൊണ്ടുവന്നതാ. വന്നോ? എന്നിട്ട് ശരത്തെ അതിൽ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ശരത്തെ ഒരു കാര്യം മനസ്സിലാക്കും, ഫ്രീ ആംബുലൻസ് മാത്രമേ കൊടുക്കുന്നേ. വിദേശത്ത് വെച്ച് മരിച്ചാൽ ആ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി നേരത്തെയുണ്ട്. ഞാൻ നോർക്ക വെൽഫെയർ ബോർഡിന്റെ അംസക്കൾക്ക് ശേഷമുണ്ടായ ചെയർമാനായിരുന്നു. എനിക്കറിയാം, ഞാനുള്ള കാലത്തും അതുണ്ട്. പക്ഷെ ഇതാരും അവെയിൽ ചെയ്യാറില്ല. ആ ഫണ്ട് മുഴുവൻ ബാക്കിയായി പോകും. ഞാൻ പറഞ്ഞു തരട്ടെ പ്ലീസ്, ഇതുവരെ ഞാൻ ഉണ്ടായിരിക്കില്ലായിരുന്നു. ഇവിടെ അന്ന് ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ പണം കിട്ടണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്ന്, ആ സ്പോൺസർ ലെറ്റർ വേണം, ഞാൻ പൈസ കൊടുത്തിട്ടില്ല. എംബസിയുടെ ലെറ്റർ വേണം, ഇതിന് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ എംബസിയോ പൈസ കൊടുത്തിട്ടില്ല. ഈ ലെറ്റർ എല്ലാം കിട്ടി കണക്കാക്കി പൈസക്ക് വേണ്ടി ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചാൽ ഈ മൃതദേഹം കാണാൻ മക്കൾക്ക് പോലും സമയമുണ്ടാകും. അപ്പോഴേക്ക് മക്കൾ പോലും മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മരിച്ച ആളെ ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നതിന് അവിടുത്തെ സുഹൃത്തുക്കളും KMCC പോലുള്ള പറഞ്ഞു തീർക്കട്ടെ. അതിന് മർമ്മം ഞാനൊന്ന് പറയട്ടെ. അതുകൊണ്ട് ഇതിന് നീക്കി വെക്കുന്ന പണം മുഴുവൻ ബാക്കിയായി കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് പഴയ കഥ ഇവര് പറയുന്നത് ബജറ്റിൽ വെച്ച് അതിനൊരു പുതിയ സ്കീം വരുന്നു എന്നാണ്. ബജറ്റിന് നേരത്തെ ഉള്ളതല്ലേ, ഇതിന് പദ്ധതി നേരത്തെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാ വെക്കണത്? താങ്കൾ തന്നെ പറഞ്ഞു അന്നൊന്നും നടക്കുന്നില്ല ബഡ്ജറ്റിൽ. എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിപ്പോ ഞാൻ മലപ്പുറത്തുകാരനല്ലോ ഭാഗ്യം കൊണ്ട്, അതുകൊണ്ട് നന്നായിട്ട് കോഴിക്കോട്ടുകാരൻ. ഡെഡ് ബോഡി മലപ്പുറത്തേക്ക് മാത്രമല്ല,
എക്സാക്ട്ലി ഞാൻ പറയുന്നത് വെച്ചാൽ മലപ്പുറം ജില്ല കേരളത്തിലാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മിക്കവാറും നമ്മൾ ഗൾഫ് മലപ്പുറത്തുകാരുടെ നാട് ഗൾഫാന്ന് തോന്നും. അവിടെ രാജാക്കന്മാർ വേറെ കേട്ടോ, അവർ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതാണ്, അപ്പൊ ആ ഒരു കാഴ്ചപ്പാടില്ലാത്തയാണ് നമ്മുടെ പോക്ക് എന്ന് നേരത്തെ പറഞ്ഞത്. ഒരു പേഴ്സ്പെക്റ്റീവ്, ഒരു നാടിന്റെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു നാടിന്റെ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ ആ നാട്ടിലെ കുട്ടികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? എന്ത് തരത്തിലുള്ള ഒരു പുതിയ സാധ്യതകളാണ് നമ്മൾ അവിടുത്തെ തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി നോക്ക്. തിരുവനന്തപുരത്ത് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി മുതൽ അങ്ങോട്ട് വടക്കോട്ട് കിടക്കുകയാണ് വലിയ വലിയ വിശാലമായിട്ടുള്ള പുതിയ ഏരിയാസ്, പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ. എറണാകുളത്ത് അതേമാതിരി തന്നെ വിവിധ പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് എന്താ ഉള്ളത്? കുറെ കുഴിമന്തി ആഫീസുകൾ കാണാം, എല്ലാ സ്ഥലത്തും കുഴിമന്തി കിട്ടും. ജനസാന്ദ്രതയേറിയ പ്രദേശമാണെന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് ആവശ്യമായ പുതിയ വികസന സാധ്യതകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇവിടെ ഇല്ല. വികസനം ധാരാളം വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന അതൊക്കെ നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് യഥാർത്ഥം. അങ്ങനെ കണ്ണുമടച്ച് മലപ്പുറം അങ്ങനെയല്ലാതെ പിന്നെ സ്വയാർജിതമായി എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. പക്ഷെ അതിനൊരു ഭരണകൂടത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു സിവിൽ സൊസൈറ്റിയുടെ ഒക്കെ പിന്തുണ വേണ്ടേ? അങ്ങനെയല്ലേ മലപ്പുറം വളർന്നത്? ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് അല്ലാതെ സ്വയംഭൂവാണോ? അല്ല, സ്വയംഭൂ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഉണ്ടായ ഒരു പ്രവാസത്തിനകത്ത് ഒരു ഇംബാലൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങൾ, പെണ്ണുങ്ങളില്ലാത്ത ആണുങ്ങൾ എന്ന് പറയുന്ന ജീവിത ഒരു ഭാഗത്ത്. ഇപ്പോൾ ഷാഹിന് പറഞ്ഞു കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നു, ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം വരികയാണ്. അപ്പൊ ഈ ഇംബാലൻസ് ആണ് മലപ്പുറം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇംബാലൻസിൽ കിടക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികൾ വളരെ കൂടുതലായിട്ട് പഠിക്കുന്നു, ആൺകുട്ടികൾ പഠിക്കുന്നില്ല. അവർക്ക് പറ്റുന്ന വിവാഹ ബന്ധങ്ങൾ പോലും സാധ്യമാകാത്ത തരത്തിലേക്കുള്ളൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പിന്നെ മലപ്പുറത്ത് ഈ പ്രവാസികൾ കൊണ്ടുവന്ന പണം, അല്ലെങ്കിൽ പ്രവാസികൾ കൊണ്ടുവന്ന ഈ അവരുടെ തന്നെ ഈ വികസന സങ്കല്പത്തിൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഭാവനാശക്തിയുമുള്ള നേതാക്കൾ മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ വേണ്ട നിലയിലേക്ക് മലപ്പുറം വളരുന്നുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള നേതാക്കളെ ഉണ്ടാക്കിയെടുക്കാൻ പ്രവാസികൾക്കും സാധിച്ചിട്ടില്ല. കൺസ്യൂമർ സൊസൈറ്റി ആവുന്നുള്ള സത്യം തന്നെയാണ്. കാരണം വലിയ തോതിൽ, കാരണം ഈ പറഞ്ഞ ഒരു കാർഷിക ഇതിൽ നിന്നൊക്കെ മാറി ഒരുപാട് പണം വരുന്നു, ഒരുപാട് ചെലവഴിക്കുന്നു. പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണോ ചെലവഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. നേരത്തെ ചെക്കുട്ടി സാർ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ വിഷൻ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടാണ്. അവിടുത്തെ ആൾക്കാർക്കും ഒരു കാര്യം കൂടി പറയേണ്ടത്, അതായത് ഈ അറബി പണം മാത്രം മതി, അവിടെ നിന്നുള്ള കുഴിമന്തി വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കൾച്ചറൽ മൈഗ്രേഷൻ. തീർച്ചയായിട്ടും വരും. അറബി പണം റിയാൽ മാത്രം മതി എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ പല സാധനവും വരും. യഥാർത്ഥത്തിലുള്ള കൾച്ചറൽ ഒരു സിംബിയോസിസ് ഉണ്ടായിട്ടുള്ളത് ഇതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പിന്നെ ഈ വികസനത്തെ സംബന്ധിച്ച് നിങ്ങൾ പൊന്നാനിലൊന്ന് പോയി നോക്കണം. പൊന്നാനി മോഡൽ എന്ന് പറയാവുന്ന ഒരു വികസനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പ്രധാനമായും ചെയ്യുന്നത് ഭൗതിക വികസനം മാത്രമല്ല. ഇപ്പോൾ പൊന്നാനി തുറമുഖം അവർ റിവൈവ് ചെയ്തു. അതിനപ്പുറത്തേക്ക് സാംസ്കാരികമായി പൊന്നാനിയുടെ മുഴുവൻ സാധ്യതകളെയും വികസന പ്രക്രിയയുമായി കണ്ണു ചേർക്കുകയാണ്. അതാണ് ഇനിയിപ്പോൾ ഗൾഫിൽ നിന്ന് പണം വന്നില്ലെങ്കിലും മണി ഓർഡർ ഇക്കണോമി അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അതിജീവിക്കാൻ പറ്റുന്നുള്ളതിന്റെ മോഡലാണ്. അവിടെ പെപ്പർ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ. അവിടെ പെപ്പർ റൂട്ട് വരുന്നു, അത് റിവൈവ് ചെയ്തെടുക്കുകയാണ്. കവാലി ക്ലബ്ബുകൾ കംപ്ലീറ്റ് പുനരുജ്ജീവിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ സാംസ്കാരിക രംഗത്ത് അതിന്റെ ചരിത്രപരമായ ഘടകങ്ങൾ ഇതൊക്കെ വികസന പ്രക്രിയയുമായിട്ട് കണ്ണു ചേർക്കുന്ന പൊന്നാനി മോഡൽ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മലപ്പുറത്തിന്റെ വികസനത്തിൽ, ഈ ഭൗതിക വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മളുടെ ഈ ലോല ശക്തിയെ പ്രയോഗിച്ച പ്രാദേശിക വികസനം കൊണ്ടുവരാനുള്ള ഒരു മോഡലാണ്. അല്ല, അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോ പ്രവാസം പറയുന്നു, ഒരുപാട് പണം വരുന്നത് പറയുന്നു, പുരോഗതി പറയുന്നു. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും റിസഷൻ എന്നുള്ളൊരു ഒരു വലിയ റിയാലിറ്റിയാണ്. അപ്പം വലിയൊരു ശതമാനം ആളുകൾ തിരിച്ചു വരാൻ പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് മലപ്പുറം. മുൻപ് നമ്മൾ വിദേശത്ത് പോയവർ തിരിച്ചു വന്നാലും എങ്ങനെയെങ്കിലും അടുത്ത വിസ ഒപ്പിച്ച് പോവാമെന്നുള്ള, ഇപ്പൊ ആ ഒരു ഓപ്ഷൻ ഇല്ല. വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ പുനരധിവസിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഈ ആണുങ്ങൾ തിരിച്ചു വരുമ്പോൾ, അതുവരെ പണം കായ്ക്കുന്ന ഒരു മരം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അവർ വീട്ടിന്റെ അകത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ള, സൊസൈറ്റിയിൽ എങ്ങനെ, അപ്പം ആ കാര്യങ്ങളും കൂടി അഡ്രസ് ചെയ്യേണ്ടതാണ്. പ്രവാസികളുടെ പങ്കുള്ളൊരു മണ്ണിൽ ആ നിലയിലുള്ളൊരു പരിഗണന സർക്കാരിനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അഭിപ്രായം? ഈ 50 വർഷം മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകിയ വികസനത്തെക്കാൾ ഉപരി മലപ്പുറം ജില്ലയിൽ കാണുന്ന കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ, ഇതൊക്കെ ഈ 5 ലക്ഷത്തോളം വരുന്ന
പ്രവാസികളുടെ സംഭാവനയാണ്. പല പ്രവാസികളും പ്രവാസി ക്ഷേമം വേണ്ട നിലയിലില്ലെന്നാണോ പറയുന്നത്? വേണ്ട നിലയില്ല. 5 ലക്ഷത്തെ ആളുകൾ പോകുന്ന പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ ഒരു പാസ്പോർട്ട് ഓഫീസ് വരെ എടുത്തു മാറ്റാനുള്ള ശ്രമം നടന്നു. ഈ മലപ്പുറത്തെ സ്ത്രീകൾ നേരത്തെ ഷാഹിനയൊക്കെ സൂചിപ്പിച്ചതുപോലെ പഴയ ആ ചെറുപ്പകാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഭയങ്കരമായി മാറിയിട്ടുണ്ടോ നിങ്ങളുടെ? അതാണ് ഷൈന മേഡത്തിന്റെ പറഞ്ഞ് അവസാനിപ്പിച്ച് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുണ്ടാവും എപ്പോഴും ഇന്റർനാഷണൽ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ, വികസനത്തിന്റെ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾ കുടുംബിനികൾക്ക് അതല്ല. ഇപ്പം നേരത്തെ ഷൈന മേഡം പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. എങ്ങനെ? ഇപ്പോൾ ജോലിയാണ് ഏറ്റവും പ്രധാനം, പണം തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്. അപ്പോൾ ഈ പ്രവാസികളുടെ പണം കൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല ഒരുപാട് വികസനത്തിലെത്തിയത് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അവരുടെ നല്ലൊരു സഹായം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിലും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വികസനം ഒക്കെ ഇവിടെ വന്നിട്ട് ഈ കുടുംബിനികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നേരത്തെ സാറ് പറഞ്ഞ പോലെ മാനസികാവസ്ഥ, സ്ത്രീകളുടെ മാനസികാവസ്ഥ സംഘർഷം ഉണ്ടാവും തീർച്ചയല്ലേ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇനിയിപ്പോ അന്ന് പണം കയ്യിലുള്ളത് കൊണ്ട് ഒരുവിധം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നീങ്ങി. കുടുംബഭാരം പേറലാണ് നമ്മൾ ഏത് ഭാഗത്ത് നിന്നാലും ശരി. നമ്മുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ നാട്ടിലില്ലാത്ത അവസ്ഥ വളരെ ദുഃഖകരമാണ്. അത് അവരവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കി ഇവിടെ വന്നിട്ട് ഇനി അവർ അപ്പോൾ കാശെങ്കിലും ഉണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറേയെങ്കിലും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് ജോലി ഇല്ലാതെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നേരത്തെ പൈസയുടെ വരവ് കുറയുന്നുണ്ട്. സ്ത്രീകൾ പങ്കുവെക്കുന്ന തീർച്ചയായിട്ടും പൈസയുടെ കുറവ് കുറയുക എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റാൻ പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് ഒരു തൊഴിലും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷേ ആൾക്കാരും വളരെ മാനസികമായിട്ട് പീഡനം അനുഭവിക്കുന്നതിന് അവർക്ക് ജോലിയിലായിട്ട് ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞ ഭരണകാലത്തൊക്കെ നമ്മൾ വീടുകൾ എല്ലാവർക്കും കൊടുത്തിനി. ഈ പ്രാവശ്യമാണെങ്കിൽ ഒരു വീട് പോലും ഇല്ലാതെ പല ആളുകൾക്കും വളരെ വിഷമമുണ്ട്. കാരണം കുറച്ചൊക്കെ വെള്ളത്തിൽ നഷ്ടം വന്ന വീടുകളുണ്ട്. ബാക്കിയുള്ളത് കിട്ടാത്ത, ബാക്കി എസിന്റെ വീടായാലും ജനറൽ ആയാലും ഒന്നും ആ വീടുകളൊന്നും കിട്ടാത്ത ഒരവസ്ഥയാണ്. അല്ല, അതിന്റെ മുന്നേ ഉണ്ട്. ഇത് വന്നാൽ ഈ ഭരണം വന്നാരെ തീരെ കിട്ടിയിട്ടില്ല വീടുകൾ. അപ്പൊ എല്ലാവരും ഇങ്ങനെ, ഞാൻ ഈ മുന്നേ ഒരു മെമ്പറാണ്. പക്ഷെ അന്ന് കൊടുത്ത ഞങ്ങൾ വാഴക്കാട്, മലപ്പുറം ജില്ല. ഏതായാലും ഒരുപാട് ആവശ്യങ്ങൾ ഉയരുന്നതിനെ കുറിച്ചാണ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്, പരിഗണനയും മുൻഗണനയും ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടാവണം എന്നതിൽ എല്ലാവർക്കും വ്യത്യസ്തവും ശക്തവുമായ നിലപാടുകൾ തന്നെയാണ്. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ്, മലപ്പുറം ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ്, അവരുടെ ആകുലതകളാണ് പങ്കുവച്ചത് ശ്രീ ടി ഹംസ, അതുപോലെ ശ്രീ PMA സലാം. ഈ സ്ത്രീകളടക്കം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഗൾഫിലെ ഇപ്പോഴത്തെ സാഹചര്യം, മടങ്ങിവരവ്, വരുമാനക്കുറവിന്റെ പ്രശ്നം, അവരുടെ ആശങ്കകൾ വളരെ വലുതാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളിൽ 5 ലക്ഷം 6 ലക്ഷമുള്ള പ്രവാസികളിൽ 70% സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യയിലാണ് ഇപ്പം നിയമം കർശനമായിക്കൊണ്ടിരിക്കുന്നത്. ആ സൗദി അറേബ്യയിലാണ് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതാണ്ട് 50% ആളുകൾ തിരിച്ചു വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ വെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ജോലികളിൽ നിൽക്കുന്ന ചില ആളുകൾ മാത്രമേ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ പ്രവാസികളുടെ തിരിച്ചുവരവ് അവിടെയുള്ള എല്ലാ മേഖലകളെയും ബാധിച്ചു. നമ്മളെങ്ങനെയാണ് അതിലൊരു കരുതൽ? അതാണ് പ്രശ്നം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ സത്യത്തിൽ ഈ സമയത്ത് വരുന്ന ഡെഡ് ബോഡികളല്ല ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തിരിച്ചു വരുന്ന ജീവനുള്ള മനുഷ്യരെയാണ്. അവരെ തിരിച്ചു വന്നാൽ പുനരധിവാസത്തിനുള്ള വകുപ്പുകളാണ് ഉണ്ടാക്കേണ്ടത്. UDF ഗവൺമെന്റിന്റെ കാലത്താണ് നിതാക്കാത്ത് ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബും വയലാർ രവിയും ഒക്കെ സൗദി അറേബ്യയിൽ പോയി അതിനുള്ള പരിഹാരമുണ്ടാക്കി ആ കാലത്താണ് കേരളത്തിൽ UDF ഗവൺമെന്റ് പുനരധിവാസ പദ്ധതികൾ ഉണ്ടാക്കിയത്. ആ പദ്ധതികളുമായി മുന്നോട്ട് പോയി. ഇപ്പോ ആ പദ്ധതികൾ ഒന്ന് ഊർജിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയ പാക്കേജുകൾ സഹായം ഉണ്ടാക്കുകയോ ബാധ്യത ഇപ്പോഴത്തെ സർക്കാരിനുണ്ട്. പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്താണ്? സർക്കാരിന്റെ കാഴ്ചപ്പാട് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കണം എന്ന് തന്നെയാണ്. അതിന് വിവിധ പരിപാടികൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുക, അതിന് സഹായം ചെയ്തു കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, എഞ്ചിനീയറിങ്, അനുവാദങ്ങൾ, പല പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ലഘൂകരിച്ചു കൊടുത്ത് അവരെ കുടിയിരുത്തണം എന്ന് തന്നെയാണ് ഗവൺമെന്റ്. നടപ്പിലാക്കാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ. കാരണം അവിടുന്ന് വരവും തന്നെ ശക്തിപ്പെട്ടു വരികയാണ്. ഇപ്പോൾ
അപ്പൊ അത് ഗൗരവമായി ആ വരവ് ശക്തിപ്പെടുമ്പോൾ അതിലും വേഗത്തിൽ വേണം ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ക്യൂവിൽ നിൽക്കുക, വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ മാനസിക ആഘാതങ്ങൾക്ക് അടിമപ്പെടുക എന്ന് പറയുന്ന പ്രശ്നം. പ്രവാസികളുടെ കാര്യത്തിൽ ഏത് ഘട്ടത്തിലും ഇടതുപക്ഷം മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട്, അതിപ്പോഴും കൊടുക്കും. ശരി, അതിന് നല്ല പരിപാടികൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പ്രകാശ്, ചുരുക്കി. ഇതിലൊരു കാര്യം പറയാനുള്ളത്, കാര്യമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് ഡ്രൈവർമാരായിട്ടാണ്, പിന്നെ സെയിൽസ്മാൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഡ്രൈവർമാരെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർമാർക്ക് സൗദി അറേബ്യയിൽ സ്കോപ്പില്ലാത്ത അവസ്ഥ വന്നു. കാരണം സ്ത്രീകൾക്കും വണ്ടി ഓടിക്കാവുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ നിതാക്കത്തിന് ശേഷം വന്ന ആ ഒരു നിയമത്തോട് കൂടിയിട്ട് കണ്ടമാനം ആളുകൾ തിരിച്ചു വരുന്നു. നേരത്തെ സലാംക്ക പറഞ്ഞ് വളരെ കറക്റ്റാണ്. കാരണം 5 ലക്ഷത്തിൽ 2 ലക്ഷത്തിലേറെ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് റോഡ് സൈഡിൽ ചെറിയ ചെറിയ കടകൾ തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മലപ്പുറം ജില്ലയിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജ്യൂസ് കടകൾ, പച്ചക്കറി കടകളൊക്കെ, ഇതൊക്കെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന പാവപ്പെട്ടവൻ തുടങ്ങുന്ന. ഈ ഗൾഫിൽ നിന്ന് റിട്ടേൺ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് പദ്ധതികൾ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട്. ഒരുപാട് പദ്ധതികളുണ്ട്. കാരണം ഞാൻ 1-2 പദ്ധതി പറയാം. കാരണം മരിച്ചാൽ പണം കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി ബീമാ സുരക്ഷ യോജന. 12 രൂപയാണ് ഒരു കൊല്ലത്തിൽ അടയ്ക്കേണ്ടത്, അറിയാം. അതുപോലെ തന്നെ ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറഞ്ഞ് 330 രൂപ കൊല്ലത്തിൽ അടയ്ക്കേണ്ട ഒരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ മുദ്ര ലോൺ ഉണ്ട്. നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന ആളുകൾ ആരാണ് വരുന്നത്, ഇവർക്കൊരു ഗവൺമെന്റിന്റെ, കേരള സർക്കാരിന്റെ ഒരു കൈത്താങ്ങ് എന്ന രീതിയിൽ ഒരു പദ്ധതിയെങ്കിലും ഈ പാവപ്പെട്ടവനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രകാശ്, താങ്കൾ പറഞ്ഞു വരുന്നത് സർക്കാരിന് ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു കൈത്താങ് പദ്ധതികൾ ഉണ്ടായേ പറ്റൂ. അത് ഒരു കാര്യം അതില്ല. അദ്ദേഹം പറയട്ടെ, വിഷയം ഈ ദുരിതം പരിഹാരം ആവശ്യമാണ്. അവ്യക്തമാണോ? തീർച്ചയായും ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എന്താണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്നതിനെ കുറിച്ച് ഒരു മടങ്ങിവരവുമായി മടങ്ങിവരവ് എന്നൊന്നും തുടങ്ങിയതല്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പെട്രോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഇക്കോണമി നിലനിൽക്കാൻ പോകുന്നത്. കാരണം അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഷെയിൽ ഗ്യാസ് വന്നു, പിന്നെ മറ്റ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് വന്നു. ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം ഇനി നിൽക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഗൾഫ് മേഖലയുടെ സാമ്പത്തിക അടിത്തറ പ്രതിസന്ധിയിലാണ്. അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തത് മലയാളിയെ സംരക്ഷിച്ചോളാൻ ഏറ്റിട്ടില്ല. അപ്പോൾ ഗൾഫുകാരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ജീവിതമാണ് ഇപ്പോൾ പ്രധാനം. അതുകൊണ്ടാണ് ഈ ദേശവൽക്കരണം വരുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് ഈ വിഷയത്തെ പരിഹരിക്കാൻ എന്താണ് മാർഗം, ഇതിനെക്കുറിച്ച് 25 വർഷം ഈ ലോക മലയാള സഭയൊക്കെ ചേരുമ്പോൾ ഇത് ചർച്ച ചെയ്യും. അത് എനിക്കറിഞ്ഞൂടെ എന്ത് സഭയിൽ അവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോക കേരള സഭയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുബായിൽ നടന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ ഈ റീഹാബിലിറ്റേഷൻ മാത്രമല്ല, എങ്ങനെയാണ് നമ്മുടെ മൈഗ്രേഷൻ തന്നെ മാറുന്നത്, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ മാറണം. ഇതിലൊരു റിഡക്ഷനിസ്റ്റ് വ്യൂ എടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, പോസിറ്റീവായിട്ട് ഇതിനെ കാണേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ മുഴുവൻ ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അസംഭാവികമായ കാര്യമാണ്. അതിന് പറ്റുന്ന സ്ഥിതി കേരളത്തിലില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യം പോയി മാനുവൽ ലേബറേഴ്സ് ആയിട്ടൊക്കെ പോയ ആളുകളുടെ മക്കൾക്ക് ഇന്ന് ടെക്നിക്കൽ മാൻ പവറായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റിതര പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വളർച്ച മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല, അവിടുത്തെ കഴിഞ്ഞു. പക്ഷേ ആസ്ട്രേലിയ ഉണ്ട്, കാനഡയുണ്ട്, അങ്ങനെ ലോകത്തിൽ എത്രയോ സ്ഥലങ്ങൾ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ മാൻ പവറിനെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ മാനുവൽ ലേബർ എന്ന് പറഞ്ഞു 30 ലക്ഷം ബംഗാളികളും ബീഹാറികളുമായ ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഇത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാരിന് അതിന് പ്രോഗ്രാംസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ മലപ്പുറം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, തുഞ്ചൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ക്വാളിറ്റി മാൻ പവറാണ് ഇനി വിദേശങ്ങളിലേക്ക് പോവുക. ഏതായാലും ഈ പുതിയ കുട്ടികൾക്കൊക്കെ തൊഴിൽ കിട്ടുമെന്നൊക്കെയുള്ള വലിയ ആശങ്കയാണ് എല്ലാവരോടും സംസാരിച്ച് ഉണ്ടാക്കി വെക്കുന്നത്. പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അംബീഷൻ എന്താണ്? ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹം. നിലപാട് നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പറഞ്ഞ ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ ഗൾഫിലടക്കമുള്ളവരുടെ മടങ്ങിവരവിൻ്റെ ഒരു സിനാറിയോ നമ്മുടെ മുമ്പിലുണ്ട്. തൊഴിലവസരങ്ങൾ കാരണം എല്ലാവർക്കും തൊഴിലാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം കൂടിക്കൂടി വരികയാണ്, തൊഴിൽ വേണ്ടവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അവസരങ്ങൾ കുറയുന്നതാണെങ്കിൽ പോലും എന്നാലും ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു. അദ്ദേഹം പറഞ്ഞത് പുതിയ ചാൻസസ് രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഗൾഫിലെ പഴയ ജോലികളില്ലെങ്കിൽ യൂറോപ്പിലും മറ്റും പുതിയ അതെ, ടെക്നോളജികൾ എന്തായാലും ഡെവലപ്പായിട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു. ഷാഹിനയുടെ ഒരു പോയിന്റ് എന്താണ് കാര്യത്തിൽ? ആശങ്കപ്പെടേണ്ടതുണ്ടോ അതോ പോസിറ്റീവായി ഫൈറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണോ? അല്ല, നമുക്കിപ്പോൾ പോസിറ്റീവായിട്ട് അതേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യാൻ വേണ്ടതാണ്. അതിന് വേണ്ട സ്റ്റെപ്സ് എന്താണ്?
അത് കൃത്യമായിട്ട് ഇപ്പൊ ഈ പാർട്ടി ചെയ്തില്ല ആ പാർട്ടി ചെയ്തില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അത് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം ഒരു ഹാർഡ് കോർ റിയാലിറ്റിയാണ്. ഇത്ര ആളുകൾ തിരിച്ചു വരുന്നു. അപ്പൊ ഇവരെങ്ങനെയാണ് നമ്മൾ ഈ സമുദായത്തിൽ നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഫാമിലി ഇപ്പം ഒരു പറഞ്ഞ പോലെ അതൊരു വലിയ റിയാലിറ്റി തന്നെയാണ്. ആ സ്ത്രീകൾ അവരുടെ ഭാവി ഇവരെന്ത് ചെയ്യും? പിന്നെ സ്ത്രീകളാണ് അത് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും. കാരണം വീടിന്റെ ഒരു ഭാരം എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ ചുമൽ തന്നെ ആയിരിക്കുമല്ലോ. അത് പിന്നെ തിരിച്ചു വരുന്നത് അധികവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാവണം എന്നില്ല. അപ്പൊ തിരിച്ചു വരുമ്പോൾ അവർ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കടകളൊക്കെ തുറക്കുന്നുണ്ട്. പക്ഷെ ഈ കടകൾ എത്ര കാലം നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. എല്ലാം പെട്ടെന്ന് പൂട്ടി പോകുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളെ പോലെ ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് വരും എന്ന അസംഷനിലാണ് ഈ ചർച്ച പോകുന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അല്ല ഒന്ന് പറയട്ടെ. ഒന്ന് പറഞ്ഞോട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒന്നാകെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഞാൻ 13 വർഷമായി സൗദി അറേബ്യയിലാണ്. നിത്താക്കാത്ത് എന്നത് സ്വദേശിവൽക്കരണ പദ്ധതി മാത്രമാണ്. എനിക്ക് അതിനകത്തൊരു പരാതിയില്ല. പക്ഷെ നിങ്ങൾ പിന്നെ CDSന്റെ രേഖകളുണ്ട്. CDSന്റെ ഔട്ട്വേർഡ് മൈഗ്രേഷനെ കുറിച്ചും ഇൻവേർഡ് തെറ്റാണോ ശരിയാണോ അതായത് ഇപ്പൊ സൗദി അറേബ്യയിൽ നിയോ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ സിറ്റി. 40 ലക്ഷം വിദേശികൾ ജോലിക്ക് വേണം. പക്ഷെ എന്താണ്, നേരത്തെ പോയിരുന്ന 4ാം ക്ലാസ്സും ഗുസ്തിയും പോരാ. ഈ മലപ്പുറത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത് വഴി ഇതേപോലെ പുതിയ തലമുറ ഉണ്ടല്ലോ. മലപ്പുറം ജില്ലയിൽ മുമ്പ് 10 വരെ പഠിക്കാതെ അമ്മാവനോടോ ഫാദറിനോടോ വിളിച്ച് ഫൈറ്റ് ചെയ്ത് വിസ വാങ്ങി പോണ കാലഘട്ടം, അങ്ങനെയുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളെ കൂടുതലായി വിദഗ്ധരായിട്ടുള്ള ആളുകൾ എപ്പോഴും മടങ്ങി വരുന്നതിന്റെ പകുതി തിരിച്ചു പോകുന്നുണ്ട്. വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അവിദഗ്ധരല്ല, വിദഗ്ധരായിട്ടുള്ള ആളുകൾ. ആശങ്കയില്ല. എന്താണ് പറയാനുള്ളത്? അല്ലെ, ഈ ആശങ്കയില്ല എന്നുള്ളല്ലേ ഇപ്പൊ ഈ തിരിച്ചുവരവ് എന്നുള്ളതിന് അത് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ എല്ലാവരും അവര് തന്നെ പറഞ്ഞത് പ്രവാസി ലോക മലയാളി സഭയിലൊക്കെ സൗദിയിൽ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്ത വിഷയമാണെന്നാണ് പറഞ്ഞത്. അല്ല, ഇതിന്റെ ഒരു ഈ തിരിച്ചുവരവ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളിയുടെ പ്രവാസം, മലപ്പുറത്തുകാരന് മാത്രമല്ല മലയാളിയുടെ പ്രവാസം ഒരു ക്രോസ് റോഡിലാണ്. നമുക്കിനി ഗൾഫ് മാത്രമല്ലാത്ത വഴികളിൽ നമ്മൾ ഈ മലപ്പുറത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രവാസം ചർച്ച ചെയ്യുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റി ചർച്ച ചെയ്യുന്നു. എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഗൾഫ് മൈഗ്രേഷന്റെ കാലത്ത് ഒരിക്കലും കൂടെ കൂട്ടാത്ത 2 വിഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. ദളിതരും ആദിവാസികളും. ആദിവാസികൾ അവരുടെ ഹാബിറ്റാറ്റ് വിട്ടു പോകില്ല എന്ന് വിചാരിക്കുക. ദളിതർ പോയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ദളിതരെ കുറിച്ച് ആരും എന്താ ചർച്ച ചെയ്യാത്തത്? അവരുടെ വികസന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? ആ വിഭാഗം അടക്കം മലപ്പുറത്തിന്റെ പോക്ക് മുന്നോട്ട് തന്നെയാണ്. 90-കൾക്ക് ശേഷം ദളിതരൊരു വലിയ വിഭാഗം പോയിട്ടുണ്ട്. 90-കൾക്ക് ശേഷം പോയിട്ടുണ്ട്. പക്ഷേ ആദിവാസികളുടെ കാര്യത്തിൽ അത് ഒരു അഖിലേന്ത്യാ പാറ്റേണിൽ തന്നെയാണ്. അവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. സ്വകാര്യ മേഖലയെ വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മൊത്തത്തിൽ ഈ ചർച്ചയിൽ നമ്മൾ ആളുകൾക്ക് കൂടുതൽ ജോലി കൊടുക്കുക എന്നുള്ളതിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ തൊഴിലവസരങ്ങൾ വേണമെങ്കിൽ അത് സ്വകാര്യ മേഖലക്ക് മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. ഇതില് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒരു ത്രിതല പഞ്ചായത്ത് ചെറിയ നേതാക്കന്മാരും അത്തരത്തിലുള്ള ആളുകൾ തമ്മിലൊരു ലോബി ഉണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ. ഞാൻ നിർമ്മാണ മേഖലയിലാണ്. അപ്പൊ ഇവര് സാമ്പത്തികമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ വർക്കുകൾ നീട്ടിക്കൊടുക്കുക, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോബി, തെക്കൻ ലോബിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഏറ്റവും സീനിയർ ആയ ഒരു ലീഡർ എന്ന നിലയിൽ, രാഷ്ട്രീയം വെച്ചല്ല, ശ്രീ ടി കെ ഹംസ, മലപ്പുറത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഈ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും എത്രയോ കാലമായി കണ്ടതാണ് ഇതൊക്കെ. താങ്കളുടെ ഒരു ഫൈനൽ വേർഡ് എന്താണ് മലപ്പുറത്തെ സംബന്ധിച്ച്? മലപ്പുറം ജില്ലയുടെ പഴയകാല അനുഭവങ്ങൾ ഉള്ളിൽ വെച്ചാണ് ഞാനൊക്കെ പറയാം. എഴുത്തും വായനയില്ലാത്ത കാലം, മുണ്ടുടുക്കാൻ സൗകര്യമില്ലാത്ത കാലം, പാൻറ്റൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല. അതെല്ലാം പോയി. അതിൽ നിന്നൊക്കെ വളർന്ന് വന്ന് ഇപ്പൊ ഈ ചെക്കുട്ടി പറഞ്ഞ എറണാകുളത്തുള്ളവനെ കാണാൻ മുമ്പിലാണ് ഞങ്ങള്. എന്താ നമ്മളെ പവറിപ്പോ എത്ര കുട്ടികൾ. എന്റെ വീട്ടിൽ 18 മക്കളുണ്ട്. എന്റെ മക്കളും മക്കളെ ഭാര്യമാരും ഭർത്താക്കന്മാരും പേരക്കുട്ടികളും. ഈ 18 എണ്ണത്തിൽ 2 എണ്ണേ ഉള്ളൂ 10ാം ക്ലാസ്. ബാക്കിയൊക്കെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റും MBBS BDS ആണ്. എന്റെ തറവാട്ടിൽ ആദ്യത്തെ ബിയക്കാരൻ ഞാൻ. ഏതായാലും ശ്രീ ഹംസക, ഇന്നിപ്പോ അതൊക്കെ പോയി വലിയ നിലയിൽ ഞങ്ങൾ കഴിഞ്ഞു. ശ്രീ PMA സലാം, മുന്നോട്ട് ഹംസക പറഞ്ഞതന്നെയാണ് എനിക്കും പറയാനുള്ളത്.
അതിന്റെ ഉത്തരവാദിത്തം ആർക്കാന്നുള്ളത് മാത്രമേ തർക്കം ഉണ്ടാവുള്ളൂ. ഏതായാലും മലപ്പുറത്തിന്റെ അടിസ്ഥാനപരമായ മുന്നേറ്റം പ്രവാസവും അതിനേക്കാൾ അപ്പുറം വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റവുമാണ്. പുതിയ വെല്ലുവിളികളെ, തിരിച്ചടികളെ അതിജീവിക്കാനുള്ള അപാരമായ ആത്മവിശ്വാസം അത് മലപ്പുറത്തിന് ചരിത്രപരമായി തന്നെ സിദ്ധിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും പുതിയ പുതിയ തൊഴിലിടങ്ങൾ കണ്ടെത്തുന്ന നിലയിലേക്ക് പോകും. സർക്കാരിന്റെ കൈത്താങ്ങ് നിശ്ചയമായും ഈ സമൂഹത്തിന് ആവശ്യമാണ്. ആ നിലയിൽ 1000 ദിനങ്ങൾ ആ ജാഗ്രതയോടെ പോകുന്നു എന്ന് പറഞ്ഞവരുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചവരുണ്ട്. ഏതായാലും സ്മാർട്ട് കേരളത്തിന്റെ മലപ്പുറം ചാപ്റ്റർ എഡിഷൻ യഥാർത്ഥത്തിൽ മലപ്പുറം ജീവിതത്തിന്റെ വിവിധ മേഖലകളെ വേഗത്തിൽ പരിശോധിച്ച് തന്നെയാണ് പൂർത്തിയായതെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അതിഥികൾക്കും പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.